രാവിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നല്ല തിരക്കും ട്രാഫിക് ബ്ലോക്കുമാണ്. ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇന്നാൾ മുടങ്ങിപ്പോയ തെങ്കാശി യാത്ര ഒന്നുകൂടെ പോകാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് തെങ്കാശിയിൽ എത്താൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇവിടുന്ന് 10:44 ട്രെയിൻ. അതിന് മുമ്പുള്ള ഒരു അനന്തപുരം ഉണ്ടായിരുന്നു, അത് പോയി. 10:44 ട്രെയിന്. 11:52 ആകുമ്പോഴേ ട്രെയിൻ അവിടെ എത്തുള്ളൂ. 12 മണിക്ക് എന്താണ് ചെന്നൈ എഗ്മോർ വരുന്നത്. ഞാൻ അവിടെ നിന്ന് നടന്നു വന്നപ്പോഴത്തേക്കും റോഡ് ഫുള്ള് ബ്ലോക്കായി പോയി. ട്രാഫിക് പോലീസ് പറഞ്ഞ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. 1 മണിക്കാണ് ചെന്നൈ എഗ്മോർ. അപ്പോൾ അത് കൊല്ലത്തുനിന്നാണ് എടുക്കുന്നത്. ആ ട്രെയിനിലാണ് പോകുന്നത്. ഇന്ന് തെങ്കാശിയിൽ എത്താൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ തെങ്കാശിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പാർക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കാണ്. ഇവിടെ ഐ ലവ് യു ട്രിവാൻഡ്രം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, തിരുവനന്തപുരത്തെ ഒരു പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. ഇത് ഫുള്ള് പാർക്കിംഗ് ആണെന്ന് എത്ര പേർക്കറിയാം. ഇതിലേക്കൂടെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു പാർക്കിംഗ് ബിൽഡിംഗ് ആണ് കേട്ടോ. തിരുവനന്തപുരത്ത് വരുന്ന യാത്രക്കാർക്ക് പണമടച്ച് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിൽഡിംഗ് ആണ് ഇത്. മാക്സിമം യൂസ് ചെയ്താൽ നല്ലതാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഗാർഡൻ്റെ ഭംഗിയുണ്ടാവും. നല്ല അടിപൊളി ഗാർഡനാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഗാർഡനാണ്. ഒരുപാട് ചെടികളെല്ലാം ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ വെട്ടി വിട്ടിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. നല്ല സൂപ്പറായിട്ട് നട്ട് പിടിപ്പിച്ച് നല്ല പച്ചപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം. ഇതൊക്കെ ഒന്ന് വെട്ടിവിട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മഴ പെയ്തെല്ലാം വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അടിപൊളി ഗാർഡനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. തിരുവനന്തപുരത്തുള്ളതിൽ ഏറ്റവും നല്ല ഗാർഡനാണ്. പക്ഷെ അത് സൂക്ഷിക്കുന്നതിൽ വീഴ്ചയാണ്. അവിടെ ഒരു പ്രതിമയുണ്ട്. പൊന്നറ ശ്രീധരൻ നായരുടെ പ്രതിമയാണ് അവിടെ കാണുന്നത്. ഈ കാണുന്നത് KSRTC ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ കാണുന്നത് KSRTCയുടെ ബിൽഡിംഗ് ആണത്. പണ്ട് ഇതല്ലായിരുന്നു. ഈ ഇടക്കാലത്ത് ശശി തരൂർ MP-യുടെ ശ്രമഫലമായാണ് ഈ ബിൽഡിംഗ് ഇവിടെ വന്നത്. പണ്ട് ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബിൽഡിംഗ് നിൽക്കുന്ന പരിസരത്ത് അത്ര കുഴപ്പമില്ല. പണ്ട് വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ നീന്തിയേ പോകാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. ഇതിനകത്താണ് ഡിപ്പോ വരുന്നത് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കണ്ടോ. നേരെ ഓപ്പോസിറ്റ്. ഇത് തിരുച്ചിറപ്പള്ളി ട്രെയിനാണ് കേട്ടോ. ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ ഞാൻ നാഗർകോവിലിൽ നിന്നല്ല, മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് കുറവാണ് കേട്ടോ. ഈ ട്രെയിന് സ്റ്റോപ്പ് വളരെ കുറവാണ്. നല്ല വ്യൂ ആണ്. ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് ഒരുപാട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത് സ്ലീപ്പർ ക്ലാസ് ആണ് കേട്ടോ. സ്ലീപ്പർ ക്ലാസ് ആണ്. കൊള്ളാം. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള ട്രെയിനാണ് ഇത്. ഏകദേശം നമ്മൾ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് കയറി സാത്തൂരൊക്കെ കഴിഞ്ഞ് കുറേ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നും കാണില്ല. ഫുള്ള് കാലിയാണ് ട്രെയിൻ. നമ്മൾ കയറിയിരുന്നത് ലേഡീസ് കോച്ചാണ് കേട്ടോ. അവിടെ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് മാറിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇതിൽ പോകുന്നതാണെങ്കിൽ കോച്ച് മാറി കയറണം എന്ന് പറഞ്ഞു. ലേഡീസ് കോച്ചാണെന്ന് അറിഞ്ഞിട്ടായിരുന്നു. തിരുച്ചിറപ്പള്ളി ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്ന ട്രെയിൻ കണ്ട. ഈ കിടക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കാക്കിനട ടൗൺ SMVT ബാംഗ്ലൂർ നാഗർകോവിൽ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് വേളിയിൽ പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇത്. ഈ പോണ ട്രെയിൻ ഉണ്ട്. ഇത് വഞ്ചിനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. വഞ്ചിനാട് എക്സ്പ്രസ് ആണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് മാറി വേറെ ഏതോ ട്രാക്കിൽ കൊണ്ടിടാൻ വേണ്ടി പോവുകയാണ്. ഷട്ടിലടിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ട്രാക്ക് മാറ്റിയിടും. വൈകുന്നേരമാണ് ഈ ട്രെയിനിൻ്റെ സമയം എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ട്രാക്കിൽ ഇപ്പോൾ വേറെ ട്രെയിൻ വരും. പാസഞ്ചർ ട്രെയിൻ എന്തോ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറുന്നത്. നല്ല വൃത്തിയുള്ള കോച്ചുകളാണ് കേട്ടോ. കണ്ണൂർ വരെയാണ് ട്രെയിനിൻ്റെ യാത്ര.
അവസാനിക്കുന്നതെന്ന് തോന്നുന്നു. നേത്രാവതി എക്സ്പ്രസ്സിലാണ് കേട്ടോ ഞാൻ കൊല്ലത്ത് പോണത്. അപ്പോൾ നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ ഈ ട്രാക്കിൽ വരും. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി ട്രെയിൻ അടുത്തെത്തി വരുന്നുണ്ടോ. നേത്രാവതി എക്സ്പ്രസ് വരുന്നു. ലോകമാന്യ തിലക് വരെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 40 രൂപയാണ് ടിക്കറ്റ്. കൊല്ലം വരെ, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ യാത്ര ചെയ്യുന്നതിന് 40 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇതിൽ ജനറൽ ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിൽ കയറാം എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. ഫ്രണ്ടിലോട്ട് നല്ല തിരക്കായിരിക്കും എന്ന് വെച്ചാൽ അവിടെ നല്ല ആളുണ്ട്, അതുകൊണ്ട് ബാക്കിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ, ശരിക്കും ആളുണ്ട്. ജനറലിൽ ഇഷ്ടംപോലെ ആളുണ്ട്. സ്ലീപ്പർ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ തൊട്ടടുത്തായതുകൊണ്ടാണ് ബുക്ക് ചെയ്യാത്തത്. കുറച്ച് ദൂരമേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ബുക്ക് ചെയ്യാത്തത്. നല്ല തിരക്കാണ്, വെയിറ്റ് ചെയ്യാണ് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ. ഈ ബാഗിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്. തിരക്കൊഴിഞ്ഞിട്ട് കയറാമെന്ന് പറഞ്ഞ് വെളിയിൽ വെയിറ്റ് ചെയ്യും. കറക്റ്റ് 9 ആയപ്പോൾ ട്രെയിൻ തിരുവനന്തപുരത്ത് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 9 ആയപ്പോൾ തന്നെ ഓൺ ടൈമിൽ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇവിടെയാണ്. അപ്പുറത്ത് കിടക്കുന്ന ട്രെയിൻ ഉണ്ടായി തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഗുരുവായൂരിൽ നിന്ന് വന്ന് ഇവിടെ ഇട്ടിരിക്കുകയാണ്. 11:30 എന്താണ് ഈ ട്രെയിൻ പോകുന്നത്. ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് അത് അപ്പുറത്ത് കിടക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ട്രെയിൻ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് പേട്ടയാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ തമ്പാനൂർ. ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. എന്തുമാത്രം ജനങ്ങളാണ് ഒരു ദിവസം ഇവിടെ നിന്ന് ട്രെയിൻ കയറി പോകുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ട്രെയിൻ കയറി പോകുന്നുണ്ട്. ഇൻ്റർസിറ്റി അങ്ങനെ കിടക്കുകയാണ്. കൂടുതലും റിസർവേഷനാണ്. ഒരുപാട് പ്രയോജനമുള്ള ട്രെയിനാണ് കേട്ടോ അപ്പുറത്ത് കിടക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ട്രെയിനാണ്. സ്റ്റോപ്പ് വളരെ കുറവാണ്. ഇതിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരുനെൽവേലി റൂട്ടിലൊക്കെ പോയാൽ നല്ല കാഴ്ചകളാണ്. അങ്ങനെ ട്രെയിൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ ടാറ്റ. ട്രെയിൻ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തി ഗായ്സ്. വർക്കലയിലോട്ട് ഇങ്ങനെ ട്രെയിൻ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഞാൻ നിൽക്കുന്ന ഈ സൈഡല്ല പിടിക്കുന്നത്, അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അപ്പുറത്തോടെ ആരും തള്ളിക്കയറില്ല. വർക്കല പ്ലാറ്റ്ഫോമിലോട്ട് ഇങ്ങനെ ട്രെയിൻ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. മുംബൈ CST ആണ് കേട്ടോ. മുംബൈ CST എക്സ്പ്രസ് ആണ് അവിടെ കിടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പാർക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് മുംബൈ CST. വർക്കലയിൽ നിന്ന് ട്രെയിൻ എടുത്തു കേട്ടോ.